ഓളപ്പറമ്പിലെ ഒളിമ്പിക്സിന് ഇനി മണിക്കൂറുകൾ മാത്രം. എന്താകും പ്രതീക്ഷ? ഇനിയെങ്കിലും പറയാം, ജലരാജാവ് ആരാകും? ജലരാജാവ് ആരാകുമെന്ന് പറയുന്ന 22 ചുണ്ടങ്ങളുണ്ട്. അതിൽ നമ്മൾ ഒരു ചുണ്ടന്റെ മാത്രം പേര് പറഞ്ഞ് നമുക്ക് ജനൻ TV പോലെ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു ചാനലിന് നമുക്ക് അങ്ങനെ ഒരു ചുണ്ടൻ അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാർ പോലും അങ്ങനെ ഒരു ചുണ്ടൻ വിജയിക്കുമെന്ന് പറയുന്നില്ല. അവിടെ ഒരു ടീമിനൊപ്പം നിന്ന ഇപ്പോ ലോകകപ്പ് മത്സരമൊക്കെ പറയാൻ കഴിയും. അവരാരും അതിന്റെ ആ രാജ്യങ്ങളൊന്നും നമുക്കൊപ്പം ഉള്ളവരല്ല, നമ്മുടെ കൂടെയുള്ളവരല്ല, മറ്റു ദൂരെയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഏത് രാജ്യത്തിന്റെ പേര് വേണമെങ്കിലും പറയാം. പക്ഷേ ആലപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന എല്ലാവരും അറിയുന്ന ആളുകളുടെ ഏതെങ്കിലും ഒരു ക്ലബ്ബ്, ഏതെങ്കിലും ഒരു ചുണ്ടൻവള്ളം എന്ന് ജയിക്കുമെന്ന് പറയുന്നത് അത് വലിയ അഭംഗിയായി മാറും. അത് തന്നെയാണ് ഈ ആറന്മുളയിലേക്ക് വന്നാൽ അവിടെ 52 കരകളാണുള്ളത്. അപ്പോൾ അതിലും നമുക്ക് പറയാൻ പ്രയാസമാണ്. തീർച്ചയായും അങ്ങനെ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നയം, അതാണ്. അപ്പോൾ എന്തായാലും അത് അഭിനന്ദനീയമാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ രക്ഷപ്പെടൽ തന്ത്രമായി മാത്രമാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ എന്തായാലും ഉച്ചയോടുകൂടി തന്നെ ഉദ്ഘാടനം, അതിനുശേഷം ഈ മത്സരത്തിലേക്ക് കടക്കുകയാണ്. ഈ ചുണ്ടൻ വള്ളത്തിന് മാത്രമല്ലല്ലോ, നേരത്തെ നമ്മുടെ സുധീഷും അരുൺ കൊടുങ്ങൂരും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇരുട്ടുകുത്തിയുണ്ട്, ചുരുളനുണ്ട്, അതേപോലെ തന്നെ വെപ്പുണ്ട്, അതേപോലെ വിവിധ തരത്തിലുള്ള വള്ളങ്ങളുണ്ട്. ഈ വള്ളങ്ങളുടെ പ്രത്യേക മത്സരങ്ങളും അവിടെ നടക്കും. ഇതൊക്കെ കാണാൻ ഒരു പകൽ നീളുന്ന ജലമാമാങ്കമാണ് നടക്കുന്നത്. കാലാവസ്ഥയും അനുകൂലമാണ്, കാലാവസ്ഥ അനുകൂലമാണ് നിലവിൽ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ആ ജലരാജാവിനെ കാത്ത് ഇങ്ങനെ കേരളം നോക്കുകയാണ്. ആരാണ് ആ ഓളപ്പരപ്പിന്റെ ആ ഓളത്തെ കീറി മുറിച്ചുകൊണ്ട് ആദ്യം എത്തുന്നത്? എന്തായാലും ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രതിനിധികൾ തയ്യാറായെന്നാണ് മനസ്സിലാവുന്നത്, അല്ലേ? ആരിലേക്ക് പോകാം? നമുക്ക് മിഥുൻ തയ്യാറാണെന്ന് തോന്നുന്നു. യെസ്, മിഥുൻ അയ്യപ്പനിലേക്ക് പോകാം. മിഥുൻ, ആവേശം വാനോളമാണ്. പക്ഷേ അതിനു മുൻപ് ഒരു 2 വരി പാടാമോ? വിവരത്തിലേക്ക് വരുന്നതിന് മുമ്പ്. മിഥുൻ നല്ല അസാധ്യ പാട്ടുകാരനാണ്. പാട്ടിലേക്ക് വരാം. അതാണ് സ്പിരിറ്റ്. കൂടി ഒന്ന് പരിചയപ്പെടുത്താം. കാരണം നമ്മളിപ്പോ പറയുന്നതാണ് ഓളപ്പരപ്പിലെ വലിയ ആഘോഷം, ഓളപ്പരപ്പിലെ വലിയ ആവേശമെന്നും ആഘോഷമെന്നും അതൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ആ ആവേശത്തിലേക്ക് ആളുകൾ എത്തിക്കണമെങ്കിൽ അവരുടെ ഒരു കായിക ക്ഷമത എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മളിപ്പോൾ ഉള്ളത് പുന്നമട ബോട്ട് ക്ലബിന്റെ കലവറയിലാണ്. ഇവിടെ നമുക്ക് ഏറ്റവും ആവേശകരമായി ഇവരെ ശക്തിപൂർവ്വം ഇവരെ ഓളപ്പരപ്പിലേക്ക് എത്തിക്കണമെങ്കിൽ ഇവർക്ക് ഭക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. ചേട്ടാ, ആരാണ്? ഇദ്ദേഹമാണ് ഇവിടുത്തെ കലവറയുടെ ഒരു അമരക്കാരെന്ന് പറയാല്ലേ. 35 ദിവസമായി ക്യാമ്പ് തുടങ്ങിയിട്ട്. എങ്ങനെയാണ് ഇവരുടെ ഈ ആരോഗ്യം ഇങ്ങനെ നിലനിർത്താൻ? എന്തൊക്കെയാണ് ഫുഡ്? ഓരോ ദിവസം ഓരോ വെറൈറ്റി ഫുഡുകളാണ്. കടല പുഴുങ്ങിയത്, ബീഫ്, മീന്, എല്ലാ ഐറ്റവും ഉണ്ട്. എങ്ങനെയാ ആദ്യം, അതായത് ഒരു ദിവസത്തെ ഇവരുടെ റൊട്ടീൻ എങ്ങനെയാ തുടങ്ങുന്നത്? രാവിലെ നമ്മൾ കടല പുഴുങ്ങിയത് വെക്കും വെറും വയറ്റിൽ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി, അപ്പം, ഇടിയപ്പം, അങ്ങനെ ഓരോ ഐറ്റങ്ങൾ. പിന്നെ ബ്രെഡുണ്ട്, പനീർ ബട്ടറുണ്ട്, ജാമുണ്ട്. അത് ഇന്ത്യക്കാർക്ക് വേറെ, മലയാളികൾക്ക് വേറെ. അതാണ് ചോദിക്കുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ 25% ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളാണ്. 19 പേര് ഹിന്ദി ഉണ്ട്, 19 പേരെ നമ്മൾ കേരളത്തിലുള്ള ഉള്ളത്. അപ്പോൾ എങ്ങനെയാ അവരുടെ ഭക്ഷണ ശീലമൊക്കെ നമ്മുടെ ആയിട്ട് ഒത്തിണങ്ങണ്ടേ? അവർക്ക് ഡാല്, അങ്ങനെയുള്ള ഐറ്റങ്ങൾ, പരിപ്പ് കറി, അങ്ങനെയുള്ള പനീർ, ഐറ്റങ്ങൾ. എത്ര പണിക്ക് നിങ്ങളുടെ പണി തുടങ്ങും? ഞങ്ങൾ 4:30 ആകുമ്പോഴത്തേന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അവർക്ക് 5 മണി ആദ്യം ബ്ലാക്ക് കോഫി കൊടുക്കണം എണീച്ച് വരുന്നവർ. പിന്നെ അവർ കുളിയും കഴിഞ്ഞാൽ അവർ എക്സസൈസും കാര്യങ്ങളൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ വള്ളത്തെ തുഴയാൻ പ്രാക്ടീസ്. അവർക്ക് ആ ടൈം ഒരു 2 മണിക്കൂർ ഇടവിട്ടിങ്ങനെ അവർക്ക് വേണ്ട നാരങ്ങ വെള്ളം, ഫ്രൂട്ട്സ്, അതെല്ലാം ഇങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഇന്ന് ഈ ഫൈനൽ ദിവസം ആകുമ്പോൾ അവർക്കൊരു പ്രത്യേകത ഭക്ഷണ കാര്യത്തിലുണ്ടോ? ഇന്നിപ്പോ ഉച്ചയ്ക്ക് മീൻ കറിയാണ്. വൈകിട്ട് വരുന്നത് പറയാനൊക്കത്തില്ല, അത് സസ്പെൻസ് വെച്ചിരിക്കുക. കപ്പുമായിട്ട് വരുമ്പോൾ ഞങ്ങളുടെ മട്ടൻ ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത്. കപ്പാണെങ്കിൽ മട്ടൻ ബിരിയാണി. അപ്പൊ ഞങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് കൂടി തരണം. കാരണം അശ്വതി, ഇന്ന് രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. നല്ല ഇഡ്ഡലിയും സാമ്പാറും. നമ്മളെ കലവറയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണ്. ഇവരുടെ കൂടെ സഹായിക്കാൻ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അതാണ്. അപ്പോൾ ഇവരുടെ കിച്ചൺ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി ഉച്ചയ്ക്കുള്ള മീൻകറിക്കുള്ള മീനൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവരെ ഈ നല്ല ചുണക്കുട്ടന്മാരായിട്ട് ഇവരെങ്ങനെ ഇറക്കണ്ടേ? വള്ളത്തെ കയറുമ്പോൾ തന്നെ ആരോഗ്യം തന്നെ നിലനിൽക്കണ്ടേ? കാരണം 5 മണിയോടുകൂടി ഈ ഫൈനൽ മത്സരം ആരംഭിക്കുമ്പോൾ അവരുടെ പൂർവാധികം ശക്തിയായിട്ട്, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഹീറ്റ്സിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്ത ചുണ്ടനായിരുന്നു നടുഭാഗം ചുണ്ടനും. അതുപോലെ തന്നെ ഈ
പുന്നമട ബോട്ട് ക്ലബ്ബും. പക്ഷേ അവർക്ക് ഫൈനൽ മത്സരത്തിൽ രണ്ടാമത് ആയിട്ട് ഫിനിഷ് ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു ദുര്യോഗം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ പുന്നമട ബോട്ട് ക്ലബ്ബിന് ആദ്യ കന്നി കിരീടം എന്നുള്ള ആ ഒരു വലിയ കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു വലിയ നേട്ടത്തിലേക്ക് അവർക്ക് ഇത്തവണ എത്താൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും കലവറ എല്ലാം തന്നെ സജീവമാണ്. ഇവരുടെ ബോട്ടിൽ തുഴയുന്നവരെല്ലാം തന്നെ തൊട്ടപ്പുറത്തേക്ക് വള്ളം ഇറക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എന്നുള്ളതാണ് അശ്വതി. ഇനി പാട്ടുപാടാം അശ്വതി, സമയമുണ്ടോ? പാട്ട് പാടാം. കാരണം രാവിലെയൊക്കെ നല്ല ഇഡ്ഡലിയും ദോശയും പുട്ടൊക്കെ എന്തോ ഒരുമിച്ച് കഴിച്ചിട്ടൊക്കെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ മിഥുൻ പതിവിലും എനർജറ്റിക് ആണ്. അപ്പോ ഒരു ഗംഭീര ഗാനം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ കൂടെ പാടാൻ ആളില്ല, അതാണ് പ്രശ്നം. പക്ഷെ കൂടെ പാടാൻ ആരില്ല, അതാണ് വഞ്ചിപ്പാട്ടിന്റെ കുന്നോടുത്തരിയുഴും മണ്ണുതിരും മണമോ, പെണ്ണിനു വിയർപ്പാലേ മധുമണമോ, ഞാറ്റോല പച്ചവള പൊന്നും തെളിക്കൊലുസ്, പെണ്ണിവൾ കളമാറ്റും കളമൊഴിയായി, കൊറ്റികൾ പകൽ നീലേക്കിനാ കാണും, മുട്ടിടും അനുരാഗക്കരൾ പോലെ, മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും, പാടാം കുട്ടനാടിൻ നീണം, കേരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ, ഇളഞ്ഞാറിൽ ഇലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നറിയ നേരിനായി, പുതുവിള നേരുന്നോരനിയ നാടിതാ, പാടാം കുട്ടനാടിൻ ഈണം. മിഥുൻ അടിപൊളി കേട്ടോ. മിഥുൻ ഗംഭീരം ഗംഭീരം. എനിക്ക് മിഥുൻ പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് കേട്ടോ. നന്നായിട്ടുണ്ട്, അസാധ്യമായിട്ട് പാടി. അപ്പം പുട്ടും ഇഡലിയും ഇടിയപ്പം ഒന്നും വേസ്റ്റ് ആയിട്ടില്ല, അടിപൊളി ഗംഭീരമായിട്ട് ആലപിച്ചു. അപ്പൊ അടുത്ത പാട്ട് പഠിച്ചു വെക്കൂ. നമുക്ക് ഇന്ന് ഫുള്ളൊരു പാട്ടിലൂടെ വാർത്ത പറഞ്ഞു പോവാം. അതെ അതെ. ഓക്കെ, പ്രേക്ഷകർക്കും ഈ പാട്ട് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഇനി നമുക്ക് മനോജിലേക്ക് പോകാം. അവിടെ ഒരു ചുണ്ടൻ എല്ലാം തയ്യാറായി നിൽപ്പുണ്ട്, അതിനൊപ്പമാണ്. അപ്പൊ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ മിഥുനയ്യപ്പനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. മിഥുനയ്യപ്പനോട് ചെക്ക് ഇവിടുന്ന് ന്യൂസ് ഫ്ലോറിന്ന് വെക്കണം. അത് വെക്കണം. അശ്വതിയും പാടണം. ഈ വള്ളപ്പാട്ടുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് പാടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്.